എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നല്ല നാടൻ കറികളും കൂട്ടിയുള്ള ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമ്മൾ മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി മസാലകളൊന്ന് വറുത്തെടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉലുവാപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാല ഒട്ടും കരിഞ്ഞു പോകരുത്, അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും സിമ്മിലായിട്ടിരിക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കറിക്ക് ആവശ്യമുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ചുവന്നുള്ളി അരിഞ്ഞത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉലുവ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ മൂത്ത് വരുന്ന സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മീൻ കണ്ണൻ അയലയാണ്. അപ്പോൾ അതിനാണ് മസാലയൊക്കെ ഇങ്ങനെ വറുത്ത് ചേർക്കുന്നത്. അപ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ഉണ്ടമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യമുള്ള മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മീനും ഉണ്ട്, അതിൻ്റെ തലയുണ്ട്. കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് കറി ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കിത് കുറച്ച് ചാള മീനുണ്ട്, അതിനെ ഒന്ന് വറുക്കാൻ വേണ്ടി മസാല പുരട്ടാം. അതിനുവേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എന്നുള്ള ഫിഷ് ഫ്രൈ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് പുരട്ടിയതിന് ശേഷം മാറ്റി വയ്ക്കാം. നമുക്ക് ചോറുണ്ണുന്ന സമയത്ത് വറുത്തെടുക്കാനാണ്. അപ്പം മസാല പുരട്ടി അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു തോരൻ വയ്ക്കാം. അതിനുവേണ്ടി പാവയ്ക്ക അരിഞ്ഞതും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് ഞെരടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങയും സവാളയൊക്കെ പാവയ്ക്കയിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. അങ്ങനെ ഞെരടി യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ലേശം വെള്ളം മതിയാകും. ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഒതുക്കി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ആവിയിൽ നിന്ന് നന്നായിട്ടത് വെന്ത് കിട്ടിക്കോളും. അത് വേകുന്ന സമയത്ത് കുറച്ച് ചക്കയും കൂടി നമുക്ക് ഉടച്ചെടുക്കാം. അത് അരിഞ്ഞ ചക്ക നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താണ് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ആക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാവയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ചക്കയ്ക്ക് വേണ്ടിയുള്ള അരപ്പം കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഇത് കുക്കറിലേക്ക് ചക്കയുടെ കൂടെ തന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ പുറത്തായിട്ട് നമുക്കിനി തയ്യാറാക്കി വെച്ച അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
ഒന്നോ രണ്ടോ വിസിൽ മതിയാകും. പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ചക്ക നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതാ നമുക്ക് വറുക്കാനുള്ള മീനും കൂടി ഒന്ന് അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് റെഡിയായി കഴിഞ്ഞു. പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് പാവയ്ക്ക തോരനും ചക്കയും വെച്ച് കൊടുക്കാം. ഇത് ചോറിൻ്റെ നടുവിലായിട്ട് മീൻ കറിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉച്ചയൂണും തയ്യാറാക്കി നോക്കൂ. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറികളിൽ നിന്നെല്ലാം കുറേശ്ശെ എടുത്ത് ചോറിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ചക്ക എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിയിലിട്ട മീനും കുറച്ചെടുത്ത് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വറുത്ത മീനും അതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം മീൻ കറിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് പാവയ്ക്ക തോരനും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി എല്ലാം കൂടി കുഴച്ച് നന്നായിട്ടും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.